ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, റിമാമിസ് ആണ്. നോ അവർ ലാൻഡ്, നാടറിയാമെന്ന് പറയുന്ന ചാപ്റ്ററിൽ എൻ്റെ മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ തന്നെ നമ്മൾ മൂന്നായിട്ട് എന്താണ് തരംതിരിക്കുന്നുണ്ട് അല്ലേ. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. യെസ്, വാട്ട് ആർ ദ 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള? കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ നോക്കിക്കോ, ഗ്രീനിൽ കാണുന്നതാണ് നമ്മുടെ ഹൈലാൻഡ്, അതായത് ഉയർന്ന ഭയങ്കര തണുപ്പും മഴയൊക്കെ ഉള്ള ആ ഒരു ഏരിയ. അതുപോലെ നമ്മുടെ എന്താണ് യെസ് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കാണാൻ എന്താണ് യെസ് കോസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ താഴെ ഭാഗം എന്താണ് കോസ്റ്റൽ റീജിയൻ ആണ്. അതിന്റെ സെൻട്രൽ വരുന്നതാണ് മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനാട് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഹൈലാൻഡ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എന്താണ് ഏകദേശം 75 മീറ്റർ ഉയരത്തിലാണ് എന്താ നമ്മുടെ മലനാട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ലൊക്കേറ്റഡ് അറ്റ് എബവ് 75 മീറ്റേഴ്സ് എബവ് സീ ലെവൽ. ഓരോന്നും അതായത് സീ ലെവലിൽ നിന്ന് എത്ര മീറ്റർ ഉയരത്തിനാണത് എൻ്റെ മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ. അതുപോലെ കുന്നുകളും മലകളും പർവ്വതങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ എന്താണ് ഹൈലാൻഡ് എന്ന് പറയുന്നത്. ദിസ് ഫിസിയോഗ്രഫിക്കൽ സെക്ഷൻ ഇൻക്ലൂഡ് ഹിൽസ്, മൗണ്ടൻസ് ആൻഡ് പീക്സ്. അതുപോലെ നല്ല രീതിയിൽ എന്താണ് ഹെവി റെയിൻഫോൾ കിട്ടുന്നത്, അതുപോലെ നല്ല ഗ്രീനറി ഒക്കെ ഉള്ള ഏരിയ ആയിരിക്കും നമ്മുടെ ഹൈലാൻഡ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വയനാട്, മൂന്നാർ, പീരുമേട് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിലെ ഉയർന്ന നല്ല മഞ്ഞൊക്കെ ഉയരം കൂടുന്തോറും എന്നൊക്കെ പറയില്ലേ, ഉയരമുള്ള സ്ഥലങ്ങൾ. ഓക്കെ, അതുപോലെ എന്താണ് ഇവിടെ നല്ല റെയിൻഫോൾ ഉണ്ട്, ഗ്രീനറി ഉണ്ട്. അതുപോലെ 44 റിവേഴ്സും എന്താണ് ഹൈലാൻഡിൽ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്. മലനാടിൽ നിന്നാണ് 44 നദികളും ഉത്ഭവിക്കുന്നത് എന്നുള്ള കാര്യം മക്കൾ മറക്കരുത്. ദെൻ മിഡ്ലാൻഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ എന്താണ് യെസ് കോസ്റ്റൽ റീജിയന്റെയും അതുപോലെ ഹൈലാൻഡ്, അതായത് ഇതിന് രണ്ടിലും നടുക്ക് വരുന്നതാണ് നമ്മുടെ മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനാട് എന്ന് പറയുന്നത്. മിഡ്ലാൻഡ് ഈസ് എ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഹൈലാൻഡ് ആൻഡ് ദ കോസ്റ്റൽ റീജിയൻ. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് എന്ത് മിഡ്ലാൻഡ് എന്ന് പറയുന്നത്. സീ ലെവലിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് എന്ത് ഇതിന്റെ ഉയരം വരുന്നത്. അതുപോലെ ഇവിടെ എന്താണ് യെസ് ഇവിടെ എന്തൊക്കെയാ ഹില്ലോക്സ്, വാലീസ്, റിവർ ബാങ്ക്, ചെറുകുന്നുകൾ, താഴ്വരകൾ, നദീതടങ്ങൾ, ഇതൊക്കെയാണ് എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ നമ്മുടെ കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ തീരപ്രദേശം. നമ്മുടെ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന കേരളത്തിന്റെ ആ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് എന്താ നമ്മുടെ കോസ്റ്റൽ റീജിയൻ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്. എന്താണ് നോക്കിക്കോ, ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ കോസ്റ്റൽ റീജിയൻ. ദിസ് ഏരിയ ഹാസ് ആൻ ആൾട്ടിറ്റ്യൂഡ് അപ് ടു 7.5 മീറ്റർ എബോവ് സീ ലെവൽ. അതായത് കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ ഉയരമാണ് എന്താ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിക്കാം. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട മഴക്കാലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഏതാണ് യെസ് നമ്മുടെ കേരളത്തിൽ നല്ല മഴ ലഭിക്കാറുണ്ട്. കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മഴക്കാലങ്ങൾ ഏതൊക്കെയാണ്? അതാണ് എന്താ യെസ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ കാലവർഷം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ തുലാവർഷം. അപ്പൊ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്താണ് വൃത്തിക്ക് പഠിച്ചോ കേട്ടോ. എന്തായാലും നമ്മുടെ മലനാട്, ഇടനാട്, അതുപോലെ തീരപ്രദേശം ഇതെന്തായാലും ക്ലിയർ ആയിട്ട് എൻ്റെ മക്കൾ പഠിക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ 6ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക്, വജ്ര ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, ആരും മറക്കരുത്, എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ.